What a great occasion this is. എത്രയോ അതിമനോഹരമായ ഒരു സന്ദർഭമാണ്. Hundreds of God's people from different parts of this country and even outside could gather together and spend these 3 days together. നൂറുകണക്കിന് സഹോദരന്മാർക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് ഒത്തുചേരുവാൻ സാധിച്ചല്ലോ. We had a good time of Christian fellowship. നമുക്ക് നല്ലൊരു മനോഹരമായ ക്രിസ്തീയ കൂട്ടായ്മ ഉണ്ടാകിയല്ലോ. Also we had a good time of meditation of God's word. അതുപോലെ തന്നെ ദൈവവചന ധ്യാനത്തിന്റെ മനോഹരമായ നിമിഷങ്ങളും ഉണ്ടായിരുന്നു. On behalf of all the resource persons and Binoy and myself, I would like to express our gratitude to the believers here. ഇതിൽ സംബന്ധിച്ച എല്ലാവരെയും അതുപോലെ തന്നെ പ്രത്യേകം ഞാനും സഹോദരൻ ബിനോയും എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുക. We will turn to the second epistle of Peter and chapter 1 for our meditation. നമുക്ക് അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് 2 പത്രോസ് 1-ാം അധ്യായത്തിലേക്ക് വരാം. This is a chapter that talks about godly living. ഈ അധ്യായം ഒരു ആത്മീയ ഭക്തിയുള്ള ജീവിതത്തെ കാണിക്കുന്ന അധ്യായം. We are going to look at 3 important things from this chapter. ഈ അധ്യായത്തിൽ നിന്ന് 3 വസ്തുതകൾ നാം പരിശോധിക്കാൻ പോകും. We will be focusing on verses 1 to 11. നമ്മൾ 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. 2 Peter chapter 1 to 11. 2 പത്രോസ് 1-ാം അധ്യായം വാക്യങ്ങൾ 1 മുതൽ 11 വരെ. We are not going to read the whole thing down. We will read it as we progress. മുഴുവൻ വായിക്കുന്നില്ല, പുരോഗമിക്കുന്നതനുസരിച്ച് വായിച്ചു പോകാം. Now the first thing that I would like to draw your attention to in this passage is പ്രാഥമികമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വസ്തുത the resources God has given us to live a godly life. ഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് തന്ന വിഭവങ്ങളെ കുറിച്ചാണ്. In the previous nights in my talk I was trying to say that spiritual growth is our responsibility. കഴിഞ്ഞ രാത്രിയിലെ ധ്യാനത്തിൽ ഞാൻ പറയുകയുണ്ടായ ആത്മീയ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം അത് നമ്മുടേതാണ്. We have no excuse for not living a godly life. ഒരു ഭക്തിയുള്ള ജീവിതം നയിക്കാത്തതിന് ഒരു ഒഴിവുകഴിവും പറയാൻ സാധ്യമല്ല. When you read verses 1 to 4, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ we have a number of resources God has given us to live a godly life. ഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി ഒട്ടനവധി വിഭവങ്ങൾ ദൈവം നമുക്ക് പ്രദാനം ചെയ്തു. There are 5 resources mentioned here. 5 വിഭവങ്ങളെ ഇവിടെ പേര് പറഞ്ഞിട്ടുണ്ട്. Now the first one is, ഒന്നാമത്തേത് we read in verse 1, we have obtained precious faith. ഇവിടെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വിലയേറിയ വിശ്വാസം ആർജിച്ചു ലഭിച്ചു എന്ന് വായിക്കുന്നു. Second one in verse 3, രണ്ടാമത്തേത് 3-ാം വാക്യത്തിലാണ്. we have received divine power, that is the power of God. അവിടെ നമ്മൾ വായിക്കുന്നത് മഹത്തായ ശക്തിയെ കുറിച്ച് വായിക്കും, ദിവ്യ ശക്തിയെ കുറിച്ച് വായിക്കും. And the third thing we read is the call we have received. മൂന്നാമത് നമുക്ക് ലഭിച്ച വിളിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. Then we read of the exceedingly great and precious promises. അതിനുശേഷം നമ്മൾ വായിക്കുന്ന മഹത്വമായ വാഗ്ദാനങ്ങളും ലഭിച്ചു. And finally we read we have received divine nature. ഒടുവിൽ നമ്മൾ വായിക്കുന്നു നമുക്ക് ദിവ്യ സ്വഭാവം ലഭിച്ചു. 5 resources God has given to all believers to live a godly life. 5 വിഭവങ്ങളെ ദൈവം എല്ലാ വിശ്വാസികൾക്കും ഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടി നൽകി. And in verse 3 it says, 3-ൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ, His divine power has given to us all things that pertain to life and godliness. അവിടെ നമ്മൾ വായിക്കുന്നത് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തു. If you read the Living Bible, നാം ലിവിംഗ് ബൈബിൾ വിവർത്തനം വായിച്ചാൽ it says like this. ഇങ്ങനെയാണ് പോകുന്നത്, God has given us all that we need to live a godly life. ദൈവം നമുക്ക് ഒരു ഭക്തിയുള്ള ജീവിതം നയിക്കേണ്ടതിന് ആവശ്യമായതൊക്കെയും തന്നു എന്ന് വായിക്കും. God has given us all that we need to live a godly life. ഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടുന്നതൊക്കെയും അവൻ തന്നു. And these are the 5 things God has given to every believer to live a godly life. ഇതാണ് 5 കാര്യങ്ങൾ ദൈവം നമുക്ക് ദാനമായി തന്നത്. Now what is a godly life? അപ്പോൾ എന്താണ് ഭക്തിയുള്ള ജീവിതം? Godliness is God likeness, something similar to God.
ഭക്തി എന്നാൽ ദൈവോന്മുഖം അഥവാ ദൈവത്തിന് സദൃശ്യമായത് എന്നാണ്. Something that conforms to God's standards. ദൈവത്തിന്റെ നിലവാരത്തിന് യോഗ്യമായത് എന്നത്. Something that reflects the character of God. ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രതിധ്വനിക്കുന്ന ചിലത്. Anything like God, that is godliness. എന്തൊക്കെയോ ദൈവത്തെ കാണിക്കുന്നത് അതൊക്കെയാണ് ഭക്തിയുടെ. So God wants all of us to live godly lives. അതുകൊണ്ട് ദൈവത്തിന് നാം എല്ലാവരും ഭക്തിയുള്ള ജീവിതം നയിക്കുന്നത് ആഗ്രഹിക്കുന്നു. In order to live godly lives, ഭക്തിയുള്ള ജീവിതം നയിക്കേണ്ടതിന് വേണ്ടി God has given all of us 5 things. ദൈവം നമുക്ക് എല്ലാവർക്കും 5 വിഭവങ്ങളെ തന്നിട്ടുണ്ട്. Using these 5 resources, we are supposed to live godly lives. ഈ 5 വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഭക്തിയുള്ള ജീവിതം നാം നയിക്കേണ്ടതാണ്. As the Living Bible says, God has given us all things we need to live a godly life. ലിവിംഗ് വിവർത്തനം പറയുന്നത് പോലെ ദൈവം നമുക്ക് ഭക്തിയുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഒക്കെയും തന്നു. Let us look at those 5 things. 5 കാര്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. Number 1. ഒന്നാമത്, We have obtained precious faith. നാം വിലയേറിയ വിശ്വാസം ലഭിച്ചു എന്ന് വായിക്കുന്നു. We have received faith. നാം വിശ്വാസം പ്രാപിച്ചു. Last 2 days we were talking in detail about faith. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വിശ്വാസത്തെ കുറിച്ച് വിപുലമായി സംസാരിച്ചു. From the Epistle of Jude, we explained what faith is. യൂദയുടെ ലേഖനത്തിൽ നിന്ന് വിശ്വാസം എന്തെന്ന് നാം വിവരിച്ചു. I said there are 2 meanings for faith. ഞാൻ വിശ്വാസത്തിന് 2 അർത്ഥമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. One is our faith, what we believe, our ability to believe. ഒന്ന് നമ്മുടെ വിശ്വാസമാണ്, നാം എന്ന് വിശ്വസിക്കുന്നു, നമ്മുടെ വിശ്വസിക്കാനുള്ള കഴിവ്. And the other one is the body of faith, the sum total of the doctrines we have received. That is called our faith. മറ്റൊന്ന് വിശ്വാസത്തിന്റെ രൂപം അഥവാ നമുക്ക് ലഭിച്ച ഉപദേശത്തിന്റെ ആകത്തുക. So I think we can apply both meanings here. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് 2 അർത്ഥവും ഇവിടെ നമുക്ക് കൊടുക്കാം. We got the ability to believe, നമുക്ക് വിശ്വസിക്കാനുള്ള കഴിവ് പ്രാപിച്ചു. and God gave us precious truths to believe. ദൈവം നമുക്ക് വിലയേറിയ സത്യങ്ങളും വിശ്വസിക്കേണ്ടതായിട്ട് തന്നു. So we received personal faith and we received doctrinal faith. അപ്പോൾ നമുക്ക് വ്യക്തിപരമായ വിശ്വാസം ലഭിച്ചു, അതുപോലെ ഉപദേശ സംബന്ധമായ വിശ്വാസവും ലഭിച്ചു. That is why we are here this morning. അതുകൊണ്ടാണ് ഈ പൽക്കാലം നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. All of us received faith by the grace of God. എല്ലാവരും ദൈവകൃപയാൽ വിശ്വാസം പ്രാപിച്ചു. Now the word used here, obtained, is a special word. ഇവിടെ പ്രാപിച്ചു അഥവാ ലഭിച്ചു എന്ന പ്രയോഗമുണ്ട്. You know, that's a very special word. അതൊരു പ്രത്യേകതയുള്ള ഒരു പ്രയോഗം. It is not the usual word for obtained used elsewhere in the Bible. അത് മറ്റ് ബൈബിളിലെ മറ്റ് ഭാഗങ്ങളിൽ പ്രയോഗിച്ച പ്രയോഗമല്ല, വ്യത്യസ്തമാണ്. This word is used very, very seldom in the Bible. അത് വളരെ വിരളമായി ഉപയോഗിച്ചു വരുന്ന ഒരു പദമാണ് ബൈബിളിൽ. And what does this word mean? ഈ പദം എന്താണ് അർത്ഥമാക്കുന്നത്? That word means obtained by divine will. അതിനർത്ഥം നാം ദൈവിക പദ്ധതി പ്രകാരം, ഇഷ്ടപ്രകാരം ലഭിച്ചു എന്നാണ്. If you look at John MacArthur's study Bible, ജോൺ മെക്കാർത്തറിന്റെ പഠന ബൈബിൾ പരിശോധിച്ചാൽ, and there he explains the special meaning of this word. ഈ പദത്തിന്റെ പ്രത്യേക അർത്ഥം അവിടെ വിവരിച്ചിട്ടുണ്ട്. This is what John MacArthur gives to that word. ഇതാണ് ജോൺ മെക്കാർത്തർ ആ പദത്തിന് കൊടുക്കുന്ന വിവരണം. Here Peter was emphasizing that salvation was not attained by personal effort, skill or worthiness, but came purely from God's grace. ഇവിടെ പത്രോസ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്തെന്നാൽ, വിശ്വാസം നമ്മുടെ കഴിവോ സാമർഥ്യം കൊണ്ട് ലഭിച്ചു എന്നല്ല, മറിച്ച് ദൈവകൃപയാൽ തന്നെ നാം പ്രാപിച്ചു. So we received faith. അപ്പോൾ അതുകൊണ്ട് നാം വിശ്വാസം പ്രാപിച്ചു. What is the meaning of that word received? പ്രാപിച്ചു എന്നതിന്റെ അർത്ഥം എന്താണ്? You are received by divine will. ദൈവിക ഇച്ഛ പ്രകാരം ലഭിച്ചു. Not by our personal effort. നമ്മുടെ വ്യക്തിപരമായ പ്രയത്നം കൊണ്ടല്ല. Not by our skill. നമ്മുടെ കഴിവുകൊണ്ടല്ല. Not by our worthiness. നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല. But it came purely by God's grace. സമ്പൂർണമായി ദൈവത്തിന്റെ കൃപയാൽ അത്രേ അത് വന്നത്. So Peter says you have obtained faith. അപ്പോൾ പത്രോസ് പറയുന്നു, നിങ്ങൾ വിശ്വാസം പ്രാപിച്ചു. Not by your skill. നിങ്ങളുടെ കഴിവുകൊണ്ടല്ല. Not by your qualification. നിങ്ങളുടെ പദവികൾ കൊണ്ടല്ല. Not by anything special about you. നിങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടല്ല. It came purely by the grace of God. അത് സമ്പൂർണമായി ദൈവ കൃപയാൽ അത്രേ പ്രാപിച്ചത്. When I was studying this passage,
നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ I was deeply touched. ഞാൻ വളരെയേറെ സ്പർശിക്കപ്പെട്ടിരുന്ന ഒരു സന്ദർഭം. I'll tell you why. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. You see, when gospel came to South India, സുവിശേഷം സൗത്ത് ഇന്ത്യയിൽ എത്തിയപ്പോൾ we heard about it yesterday, നാം അത് ഇന്നലെ കേട്ടു. maybe through St. Thomas or through others. സെന്റ് തോമസ് മുഖാന്തരമോ മറ്റു പലരും മുഖാന്തരമാണ്. We had absolutely no idea of the true and the living God. നമുക്ക് ജീവനും സത്യവുമായ ദൈവത്തെ കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു. We in India were idol worshippers. നാം വിഗ്രഹാരാധികളായിരുന്നു ഭാരതത്തിൽ. But when the message of the gospel came, സുവിശേഷത്തിന്റെ സന്ദേശം വന്നപ്പോൾ, or when the brethren missionaries came, മിഷണറി സഹോദരന്മാർ സന്ദർശിച്ചപ്പോൾ, when they preached the gospel, അവർ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, how did our fathers believe? എങ്ങനെയാണ് നമ്മുടെ പിതാക്കന്മാർ അത് വിശ്വസിച്ചത്? It is not because of their qualification. അത് അവരുടെ ഗുണഗണങ്ങൾ കൊണ്ടല്ല. Most of them were farmers. പലരും കർഷകരായിരുന്നു. Most of them were very poor people living in huts. പലരും കുടിലിൽ താമസിച്ച് ദാരിദ്ര്യത്തിലൂടെ കഴിഞ്ഞവരായിരുന്നു. Most of them were ordinary businessmen. സാധാരണ കച്ചവടക്കാരായിരുന്നു. Many of them were doing menial jobs. വളരെ മൃദുവായ തൊഴിലുകൾ ചെയ്ത് ജീവിച്ചവർ. They did not know English. ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവർ. They had no education. വിദ്യാഭ്യാസം കാര്യമായി ലഭിക്കാത്തവർ. Poor ordinary people of the dust. സാധാരണ പൊടിയിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർ. But when the message of the gospel was preached to our fathers, പക്ഷേ സുവിശേഷം നമ്മുടെ പിതാക്കന്മാർ പ്രസംഗിച്ചപ്പോൾ, I'm talking about your father and my father, our grandfathers. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, എന്റെയും നിങ്ങളുടെയും പിതാക്കന്മാർ, when they heard the gospel, അവർ സുവിശേഷം കേട്ടപ്പോൾ how could they believe? എങ്ങനെയാണ് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചത്? Have you thought about it? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? How could they believe that? എങ്ങനെയാണ് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞത്? They were not scholars. അവർ പണ്ഡിതന്മാരല്ലായിരുന്നു. How did they believe? എങ്ങനെയാണ് അവർ വിശ്വസിച്ചത്? Now let me take you to another scenario. ഞാൻ മറ്റൊരു സന്ദർഭത്തിലേക്ക് കൊണ്ടുപോകട്ടെ. I was once speaking in a camp in Australia. ഓസ്ട്രേലിയയിലെ ഒരു ക്യാമ്പിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. And when I was speaking, ഞാൻ അവിടെ I was സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ sharing the gospel. സുവിശേഷം പങ്കുവച്ചു. And right in the front row, the first row, a lady, a Japanese girl was sitting. ഒരു മുൻനിരയില് ഒരു ജാപ്പനീസ് യുവതി ഇരിക്കുകയായിരുന്നു. I didn't know that she was from Japan, but she looked like that. ജപ്പാനിൽ നിന്നാണെന്ന് ഞാൻ അറിഞ്ഞില്ല, പക്ഷെ അതുപോലെ കാഴ്ചയിൽ അങ്ങനെയാണ്. And as I was explaining John 1:12, യോഹന്നാൻ 1:12 ഞാൻ വിവരിച്ചുകൊണ്ടിരുന്നപ്പോൾ, she was sitting there and weeping. അവൾ അവിടെ ഇരുന്നുകൊണ്ട് കരയുകയാണ്. I could see that because she was sitting straight in front of me. അതെനിക്ക് കാണാമായിരുന്നു. എന്റെ തൊട്ട് മുൻപിൽ ഇരുന്നുകൊണ്ടാണ്. She was crying. അവൾ വിതുമ്പുകയാണ്. I didn't ask her why she was crying. ഞാൻ എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിച്ചില്ല. And the camp was over. ക്യാമ്പ് കഴിഞ്ഞു. And I was getting ready to go to the next place. അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഞാൻ ഒരുങ്ങുകയാണ്. Then I heard a knock at the door. എന്റെ വാതിൽക്കൽ ഒരു കൊട്ടി ഞാൻ കേട്ടു. An elderly Australian lady, along with this Japanese girl, came into my room. ഒരു മുതിർന്ന ഓസ്ട്രേലിയൻ സ്ത്രീയും ഈ ജാപ്പനീസ് കുഞ്ഞിനെ യുവതിയെയും കൊണ്ടുവന്നു. I asked them to sit down. അവരോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞു. Then I got introduced to her. ഞാൻ എന്നെ തന്നെ പരിചയപ്പെട്ടു. She said she has come from Japan to study nursing in Australia. ജപ്പാനിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് പഠിക്കാൻ വന്നു. Maybe about 19 or 20 years of age. 19-20 വയസ്സ് പ്രായം കണ്ടേക്കാം. Then I asked her, why did you cry? I saw you weeping. Why did you weep? ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് വിതുമ്പിയത്, കരഞ്ഞത് ഞാൻ കണ്ടല്ലോ. Then she said, because you said God loves you. കാരണം നീ അവിടെ പറഞ്ഞു ദൈവം നിന്നെ സ്നേഹിക്കുന്നു. And she said, എന്നിട്ട് അവൾ പറഞ്ഞു, I lived all these years in Japan. I've never heard of a God who loves me. ഞാൻ ഇത്രയും വർഷം ജപ്പാനിൽ ജീവിച്ചു, ആരും ഒരിക്കലും എന്നോട് പറഞ്ഞില്ല ഈ കർത്താവ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു. First time I was hearing that there is a God who loves me. ആദ്യമായി ഞാൻ കേൾക്കുകയാണ് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. Japan is a highly advanced place, most of you know. നമുക്ക് എല്ലാവർക്കും അറിയാം, ജപ്പാൻ വളരെ പുരോഗമിച്ച ഒരു രാജ്യമാണ്. All the things we use are from Japan. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ജപ്പാനിൽ നിന്നാണ്. But there, many have never heard of a God who loves them. പക്ഷേ അവിടെ പലരും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പോലും കേട്ടിട്ടില്ല. They have never heard. അവർ ഒരിക്കലും കേട്ടിട്ടില്ല. And she could not take it. She could not stand when she heard that there was a God who loves a sinner. ദൈവം ഒരു പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് കേട്ടിട്ട് അവൾക്കത് സഹിക്കാൻ She broke down.
അവള് തകർന്നുപോയി. She was saved in my room. എന്റെ മുറിയിൽ വെച്ച് അവള് കർത്താവിനെ വിശ്വസിച്ചു. And she got baptized in a nearby church. അടുത്ത ഉള്ള സഭയിൽ അവൾ സ്നാനമേൽക്കുകയും ചെയ്തു. Maybe she's gone back to Japan. ജപ്പാനിലേക്ക് മടങ്ങി പോയിരിക്കാം. And what she said touched my heart. അവൾ പറഞ്ഞത് എന്റെ ഹൃദയത്തെ സ്പർശിച്ചു. I lived all these years in Japan and never heard of a God who loves me. നാളുവരെയും ജപ്പാനിൽ ജീവിച്ചിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടില്ല. When she heard God loves you, she broke into tears. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ അവൾ കണ്ണീരാൽ നിറഞ്ഞു. What about us? നമ്മെ കുറിച്ചോ? If somebody tells you God loves you, ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന്, what is our response? എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? So what? അതുകൊണ്ട് What is the big deal about it? അതുകൊണ്ട് എന്തിരിക്കുന്നു? Everybody knows that. ഇതെല്ലാവർക്കും അറിയാലോ. How did you know that? നിനക്കതെങ്ങനെ അറിയാം? How did you know that God loves you? നിനക്ക് എങ്ങനെ അറിയാം ദൈവം നിന്നെ സ്നേഹിക്കുന്നു? Is it because you are Syrian Christian? ഒരു സിറിയൻ ക്രിസ്ത്യൻ ആയതുകൊണ്ടാണോ? Is it because you are qualified people? വിദ്യാസമ്പന്നരായതുകൊണ്ടാണോ? Your fathers were great men? പിതാക്കന്മാർ ശ്രേഷ്ഠന്മാരായതുകൊണ്ടാണോ? How did you believe that there is a God who loves you? എങ്ങനെയാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു? ആ ദൈവത്തെ നീ എങ്ങനെ വിശ്വസിച്ചു? We were born under the board, God is love. നാം ജനിച്ചത് തന്നെ ദൈവം സ്നേഹമാകുന്നു എന്ന ആ ബാനറിന് താഴെയാണ്. So if somebody tells you God loves you, it doesn't make any difference to us. അപ്പോൾ ആരെങ്കിലും പറയാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. We have got so used to it that we have lost the wonder and awe of that truth. നമ്മൾ അത്രയേറെ അതിനോട് പരിചയപ്പെട്ടു പോയി, നമുക്ക് അതിന്റെ ആശ്ചര്യം വരെ നഷ്ടപ്പെട്ടു പോയി. I was in South Korea some time back. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൗത്ത് കൊറിയയിലായിരുന്നു. After a Sunday meeting, I was sitting there. ഞായറാഴ്ച യോഗം കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. So the young people in that church, they were getting ready to go somewhere. അവിടെ യുവാക്കൾ എവിടെയോ പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. They were packing their bags and taking their boxes and loading up in the van. അവര് പെട്ടിയൊക്കെ എടുത്ത് വാനിൽ നിറയ്ക്കുന്നു. Then I asked them, where are you going? എവിടെ പോകുന്നു ഞാൻ ചോദിച്ചു. They said, we are going to a nearby place. അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. Some refugees from North Korea are living there. നോർത്ത് കൊറിയയിൽ നിന്ന് വന്ന ചില അഭയാർത്ഥികൾ. So we have an evangelistic work among them. അവരുടെ ഇടയിൽ ഒരു സുവിശേഷ പ്രവർത്തനമുണ്ട്. So we are going to spend few days with them. അതുകൊണ്ട് ഞങ്ങൾ ചില ദിവസങ്ങൾ അവരുമായിട്ട് ചെലവഴിക്കും. Then one of them told me something I will never forget. ഒരാൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് മറന്നുപോയില്ല. Now the problem with working with North Koreans is, നോർത്ത് കൊറിയക്കാരുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. by the way, I hope you that North Korea is the worst country in the world. I hope you know that. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നായിരിക്കുന്നു, നോർത്ത് കൊറിയ ലോകത്തെ ഏറ്റവും it's a terrible country. ഒരു പ്രത്യേക തരം രാജ്യമാണ്. Okay, the problem in evangelizing them, അവരെ സുവിശേഷീകരിക്കുന്നതിലെ പ്രശ്നം എന്തെന്നാൽ, when we say God, they don't understand. ദൈവം എന്ന് പറഞ്ഞാൽ പോലും ഗ്രഹിക്കാത്തൊരു ജനം. God, what is that? ദൈവം അതെന്താ? They've never heard. ഒരിക്കലും കേട്ടിട്ടില്ല. No idea. ഒരു ധാരണയും. What is God? എന്താണ് ദൈവം? So these brothers told me, first 2 weeks we are trying to make them understand what is God. അപ്പൊ സൗരന്മാർ പറഞ്ഞു, ആദ്യത്തെ 2 ആഴ്ച ദൈവം എന്തെന്ന് അവരെ പറഞ്ഞ് ഗ്രഹിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. No idea. What is God? ഒരു ധാരണയുമില്ല എന്താണ് ദൈവം. Leave alone Jesus. കർത്താവിനെ വിടുക. Leave alone the gospel. സുവിശേഷത്തെ വിട്ടുകളയുക. No idea about what is God. ദൈവം എന്നതിന് തന്നെ ഒരു ധാരണയുമില്ല. How did our fathers believe? എങ്ങനെയാണ് നമ്മുടെ പിതാക്കന്മാരെ അംഗീകരിച്ചത്? You understand the point I am coming to? ഞാൻ വരുന്ന ആ പോയിന്റ് നിങ്ങൾ ഗ്രഹിച്ചു മനസ്സിലാക്കും. Why did our fathers believe? എന്തുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ When വിശ്വസിച്ചത്? they came and preached, why did they open their hearts? പ്രസംഗിച്ചപ്പോൾ എങ്ങനെയാണ് അവരുടെ ഹൃദയങ്ങളെ തുറക്കപ്പെട്ടത്? Why did they put their trust in God? എന്തുകൊണ്ടാണ് അവരെ ദൈവത്തെ ആശ്രയിച്ചത്? Not because of their qualification. അവരുടെ വിദ്യാസമ്പന്നത കൊണ്ടല്ല. When the gospel came to our land, നമ്മുടെ സുവിശേഷം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ, when the message of Christ was preached there, ക്രിസ്തുവിന്റെ സന്ദേശം അവിടെ പ്രസംഗിച്ചപ്പോൾ they obtained faith. അവർക്ക് വിശ്വാസം ലഭിച്ചു. Not by any qualification of theirs, അവരുടെ പ്രത്യേകതകൾ കൊണ്ടൊന്നല്ല, surely by the grace of God. തീർത്തും ദൈവത്തിന്റെ കൃപയാൽ. God opened the hearts and minds of your apostles and amateurs. ദൈവം തന്നെയാണ് നമ്മുടെ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെയും കണ്ണുകളെയും തുറന്നത്. That is why they got saved. അതുകൊണ്ടാണ് അവർ രക്ഷിക്കപ്പെട്ടത്. Not because of any qualification of Malayalis. മലയാളികളുടെ യാതൊരു പ്രത്യേകതയുണ്ടല്ല. We are just like the people in Japan or Korea. നാം ജപ്പാനികളും അതുപോലെ കൊറിയക്കാർക്കും സമാനരാണ്. But when the message came to us, God gave us the grace to
to believe that gospel. നമ്മുടെ അടുത്ത സുവിശേഷം വന്നപ്പോൾ അത് വിശ്വസിക്കാനുള്ള കൃപ ദൈവം തന്നു. Do we realize how big that is? What a great thing that is. അത് എത്രയോ മഹത്വകരമായതെന്ന് നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ? Ever since these thoughts came to me, ഈ കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. every morning when I worship God, എല്ലാ പകലും ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു. I not only thank God for the Lord for coming and dying for me. ഞാൻ കർത്താവ് വന്ന് മരിച്ചതിന് മാത്രം നന്ദി പറയുന്നവനല്ല. Almost every day I thank the Lord that when your message came to our land, you gave our fathers the grace to believe. എല്ലാ ദിവസവും എൻ്റെ നാട്ടിൽ ഈ സന്ദേശം വന്നപ്പോൾ എൻ്റെ പിതാക്കന്മാർക്ക് അത് വിശ്വസിക്കാൻ തന്ന കൃപയ്ക്ക് വേണ്ടി ഞാൻ നന്ദി പറയും. That's a great thing. അതൊരു വലിയ കാര്യം. Do you realize that? അത് മനസ്സിലാക്കുന്നു. I hope the rest of your life you will never forget what I said. ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും മറക്കില്ലെന്ന് ഞാൻ കരുതുന്നു. God in His goodness and mercy showed special mercy to Kerala and the people there in India. That is why our fathers could be saved. That is why we are all here today. ദൈവം തന്റെ നന്മയാലും തന്റെ കൃപയാലും അത് വിശ്വസിക്കുവാൻ നമ്മളോട് കരുണയും കൃപയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. Obtained by divine will. ദൈവത്തിന്റെ ഇച്ഛയാൽ നാം ലഭിച്ചത്, not by any qualification. നമ്മുടെ യാതൊരു കഴിവുണ്ട്. So the first response we have received is ability to believe the right truths. ഒന്നാമത്തേത് ശരിയായ സത്യം വിശ്വസിക്കാൻ ലഭിച്ച കൃപ. And the second thing is divine power. അടുത്തത് ദിവ്യ ശക്തി. Divine power means the power of God. ദിവ്യ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി. God gave us special power. ദൈവം നമുക്ക് പ്രത്യേക അധികാരം ശക്തി തന്നു. God's omnipotence began a work in our heart. ദൈവത്തിന്റെ സർവശക്തി നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. God gave His unlimited power at our disposal. ദൈവം തന്റെ പരിധികളില്ലാത്ത ശക്തി നമ്മിലേക്ക് വ്യാപിച്ചു. Through the enabling of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ God gave us His power. ദൈവം തന്റെ ശക്തി നമ്മളിൽ വ്യാപരിച്ചു. Power to be delivered from sin. ശക്തി നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി. Power to live a holy life. ആത്മീയ ജീവിതം, വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ശക്തി. Power to live a godly life. ഭക്തിയുള്ള ജീവിതം നയിക്കാനുള്ള ശക്തി. We receive divine power. നാം ദിവ്യ ശക്തി ലഭിച്ചു. We are not living our Christian lives in our own power. നമ്മുടെ ശക്തിയിലല്ല നാം ഈ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്. We are living this Christian life above sin or having victory over sin in the power that God has given us. നാം ക്രിസ്ത്യ ജീവിതത്തിൽ പാപത്തെ കീഴടക്കി ജീവിക്കുന്നത് ദൈവം തന്ന ശക്തിയാലാണ്. Thirdly, മൂന്നാമതായി we have received a call. നാം ആ വിളി പ്രാപിച്ചവരാണ്. Oh, we read here, called us by glory and virtue. നാം ഇവിടെ വായിക്കുന്നു, മഹത്വത്താലും വീര്യത്താലുമുള്ള വിളിയെ കുറിച്ച് നമ്മളിവിടെ വായിക്കും. We received a call. നാം ആ വിളി പ്രാപിച്ചു. You know, the New Testament talks a lot about call. പുതിയ നിയമം വിളിയെ കുറിച്ച് ധാരാളം സംസാരിക്കുന്നു. Hebrews 3:1 says heavenly call. എബ്രായ ലേഖനം സ്വർഗീയ വിളിയെ കുറിച്ച് പറയുന്നു. Heavenly call means call from heaven and call to go to heaven. സ്വർഗീയ വിളി സ്വർഗത്തിൽ നിന്നുള്ള വിളി, അത് സ്വർഗത്തിലേക്ക് പോകേണ്ടതിനുള്ള വിളി എന്നും കാണാം. 1 Peter 2:9. പത്രോസ് 2:9 We were called from darkness to light. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവർ. Galatians 1:16. ഗലാത്യ ലേഖനം 1:16. We were called by grace. കൃപയാൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. 1 Corinthians 1:9. 1 കൊരിന്ത്യർ 1:9. We were called into the fellowship of the Son of God. പുത്രന്റെ കൂട്ടായ്മയിലേക്ക് നാം വിളിക്കപ്പെട്ടവർ. 2 Thessalonians 2:14. 2 തെസ്സലോനിക്കർ 2:14. We were called to gain God's glory. ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവർ. These are all various aspects of the call we have received. ഇത് നമുക്ക് ലഭിച്ച വിളിയുടെ പല തലങ്ങളും ഘട്ടങ്ങളുമാണ്. Beloved, we received a holy calling. നാം വിശുദ്ധ വിളി ലഭിച്ചവരാണ്. 2 Timothy 1:9 says that. 2 തിമോഥെയോസ് 1:9 We received a heavenly calling. സ്വർഗീയ വിളി പ്രാപിച്ചവരാണ്. We received call from darkness to light. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിളി ലഭിച്ചവർ. We were called by the grace of God. ദൈവത്തിന്റെ കൃപയാൽ വിളിക്കപ്പെട്ടവർ. We were called into fellowship with God. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ. We were called to gain God's glory. ദൈവത്തിന്റെ കൃപ പ്രാപിക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവർ. That is the call we have received. ആ വിളിയാണ് നാം പ്രാപിച്ചത്. And God gave us the grace to respond positively to that call. ആ വിളിയോട് അനുകൂലമായി പ്രതികരിക്കാൻ ദൈവം കൃപ. That is why we are here. അതുകൊണ്ടാണ്
അതുകൊണ്ട് നമ്മളിവിടെ That ആയിരിക്കും. is why we became Christians. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികളായി. That is why we became the children of God. അതുകൊണ്ടാണ് നാം ദൈവമക്കളായി. He gave us divine power. അവൻ നമുക്ക് ദിവ്യശക്തി തന്നു. He gave us faith. അവൻ നമുക്ക് വിശ്വാസം തന്നു. He gave us a call. അവൻ നമുക്ക് വിളിയും. And fourthly we read, നാലാമത് നാം we വായിക്കുന്നത് have exceedingly great and precious promises. നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങളുമുണ്ട്. God has given us many precious promises. ദൈവം നമുക്ക് വളരെ വിലയേറിയ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. You know, precious means very, very valuable. വിലയേറിയത് എന്ന് പറഞ്ഞാൽ അമൂല്യമായത്, വളരെയേറെ വിലയേറിയത്. Something the value of which you cannot measure, you cannot count. അളക്കാൻ കഴിയാത്ത മൂല്യം. And another word used here is magnificent. മറ്റൊരു പ്രയോഗം നമ്മളിവിടെ കാണുന്നത് അതിമഹത്വം. Magnificent. That's how it is in some English translation. Magnificent അഥവാ അതിമഹത്വമായത് എന്ന് പറയും. You know, that word magnificent is the superlative of the word mega. All of you know mega. Mega bumper. Every Malayan knows that. Okay? Mega exhibition. This word is the superlative of that word mega. വലുത് എന്നതിന്റെ വലിയ വിപുലമായ ഒരു പ്രയോഗമാണ് അതിമഹത്വമായത് എന്ന്. Mega itself is big. വലുത് എന്ന് പറയുന്നത് തന്നെ വലുതാണ്. But the word used here is the superlative of mega. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതിനെ വിശേഷിപ്പിക്കുന്നത് അതിനേക്കാൾ വിലയേറിയത് അല്ലെങ്കിൽ വലുത്. God has given us precious and superlative of mega promises. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വലുതും വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങൾ. There are hundreds of thousands of promises in the Word of God. നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങൾ ബൈബിളിൽ. Last 3 Sundays I was preaching in my church on the promises of God. കഴിഞ്ഞ 3 ഞായറാഴ്ചകൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് ഞാൻ എന്റെ സഭയിൽ സംസാരിക്കുകയാണ്. There is a lot to say about that. ധാരാളം സംസാരിക്കാനുണ്ട്. God has given us so many promises. ദൈവം നമുക്ക് ധാരാളം വാഗ്ദാനങ്ങൾ തന്നു. It is in the power of these promises that we are living, we are going on in this Christian life. ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഈ വാഗ്ദത്തത്തിന്റെ ശക്തി കൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. Think of the promises in God's word. ദൈവവചനത്തിലുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ച് ചിന്തിക്കുക. I will never leave you nor forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. That's God's promise. അത് ദൈവത്തിന്റെ ഒരു Cast your burden upon the Lord. He shall sustain you. നിന്റെ ഭാരങ്ങളെ അവന്റെ മേൽ വയ്ക്കുക, അവൻ നമ്മെ പുലർത്തും. He will never let the righteous be moved. നീതിമാൻ വീണുപോകാൻ അവൻ അനുവദിക്കില്ല. Seek ye first the kingdom of God, and all that you need will be given to you. അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, സകലവും അവനോടുകൂടെ ലഭിക്കും. Call upon me in the day of trouble, I will deliver you. അനർത്ഥ ദിവസത്തിൽ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും. Cast all your care upon him. നിന്റെ ആകുലങ്ങളെ മുഴുവനും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. So many promises. ഒട്ടനവധി വാഗ്ദത്തങ്ങൾ. We are living based on those promises. ഈ വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം ജീവിക്കുന്നത്. Who gave us these promises? ഈ വാഗ്ദത്തങ്ങൾ ആര് തന്നു? God. God's promises. ദൈവത്തിന്റെ See, വാഗ്ദത്തം. when someone gives you a promise, ആരെങ്കിലും നമുക്കൊരു വാഗ്ദാനം തന്നാൽ you have to check 2 things to believe that promise. 2 കാര്യങ്ങൾ നാം പരിശോധിക്കണം, അത് The വിശ്വസിക്കണം. character of the person who gives that promise. ആ വാഗ്ദത്തം തരുന്ന ആളുടെ സ്വഭാവം. Is he a good person? ആള് കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ്, One who keeps his word. വാക്ക് പാലിക്കുന്നവനാണ്. Second thing, രണ്ടാമത് his ability to keep the promise. ആ വാഗ്ദത്തം നിറവേറ്റാനുള്ള ശേഷി. Suppose someone tells you, ആരെങ്കിലും ഉദാഹരണത്തിന് ഇങ്ങനെ പറഞ്ഞു തരുക, if you do this for me, I'll give you 10,000 pounds. ഇത് നീ എനിക്ക് ചെയ്താൽ 10,000 പൗണ്ട് ഞാൻ നിനക്ക് തരാം. Will you believe it or not? അത് വിശ്വസിക്കുമല്ലോ? You will first check is he a reliable person, ആദ്യം അവൻ വിശ്വസ്തനാണോ എന്ന് പരിശോധിക്കും. or is he a fraud? അതോ അവൻ വ്യാജനാണോ എന്ന് കരുതും. Is he a cheater, deceiver? അവൻ ചതിയനാണോ? Is his character good? അവന്റെ സ്വഭാവം കൊള്ളാമോ എന്ന് Number 2, രണ്ടാമത് you will check whether he is rich enough, he is able to fulfill that promise. അത് നിറവേറ്റാനുള്ള ശേഷിയുള്ളവനാണോ എന്ന് നാം പരിശോധിക്കും. After checking his character and ability, only you should believe the promise. അവന്റെ സ്വഭാവവും ശേഷിയും പരിശോധിച്ചിട്ടാണ് അവന്റെ വാഗ്ദത്തത്തിൽ നാം വിശ്വസിക്കുന്നത്. Let us check the character of God. ഈ ദൈവത്തിന്റെ സ്വഭാവം നമുക്കൊന്ന് പരിശോധിക്കാം. Can we believe God's promise? കർത്താവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാമോ? God is good. ദൈവം നല്ലവനാണ്. Everything about him is good. അവനെ കുറിച്ചുള്ളത് എല്ലാം നല്ലത്. We read that God who cannot lie, the Bible says. അസത്യം വ്യാജം പറയാൻ കഴിയാത്ത ദൈവം. God will never tell a lie. ദൈവം ഒരിക്കലും ഒരു നുണ ഉരുവിടില്ല.
He will never change his word. അവന് ഗതിവേദത്തിൽ ആച്ഛാദനമില്ലാത്ത, So he will never change his word. Once he says something, he will not go back from it. ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാത്തവൻ, He will never change his word. വാക്ക് മാറ്റാത്തവൻ, He cannot lie. അസത്യം പറയാൻ സാധ്യതയില്ലാത്തവൻ. God is good. ദൈവം നല്ലവൻ. So you can believe his promise. അപ്പോൾ അവന്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് വിശ്വസിക്കാം. Secondly, രണ്ടാമത്, is he able to fulfill the promise? അത് നിറവേറ്റാൻ ശേഷിയുള്ളവനാണ്. Yes. He തീർച്ചയായും has all resources to fulfill his promise. ആ സത്യം വാഗ്ദത്തം നിറവേറ്റാൻ എല്ലാ വിഭാഗങ്ങളും ഉള്ളവൻ. The whole universe belongs to him. സർവ്വ പ്രപഞ്ചവും അവന് വേണ്ടിയുള്ളതാണ്. He has no dearth of money, no lack of money. യാതൊരു ആവശ്യമോ അല്ലെങ്കിൽ കടമോ ഇല്ലാത്തവൻ. You know, he is able. താൻ ശേഷിയുള്ളവനാണ്. So we can trust him. അതുകൊണ്ട് അവനെ വിശ്വസിക്കാം. We have magnificent, precious promises given to us. നമുക്ക് വലുതും വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. Then we have one more thing given to us. മറ്റൊരു കാര്യം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. We have divine nature. നമുക്ക് ദിവ്യ സ്വഭാവം. Before we were saved, നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് we had only one nature, Adam's nature. നമുക്ക് ഒരു പ്രകൃതിയേ ഉള്ളൂ, അത് ആദാമിയ പ്രകൃതിയാണ്. But when we were saved, പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ we were given the Holy Spirit within us, നമുക്ക് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു. and we were given the nature of God. നാം ദൈവത്തിന്റെ സ്വഭാവവും നൽകപ്പെട്ടവരാണ്. All believers have God's nature in them. എല്ലാ വിശ്വാസികൾക്കും ദൈവത്തിന്റെ പ്രകൃതി അവരിലുണ്ട്. That is why we can live holy lives. അതുകൊണ്ടാണ് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുന്നത്. That is why we can have victory over sin. അതുകൊണ്ടാണ് പാപത്തിന്റെ മേൽ വിജയം വരിക്കാൻ കഴിയുന്നത്. We all possess divine nature. നാം എല്ലാവരും ദിവ്യ സ്വഭാവം പ്രാപിച്ചവരാണ്. Having these five promises, five resources, ഈ 5 ഗുണങ്ങൾ നമുക്കുള്ളതുകൊണ്ട് we can live godly lives. നമുക്ക് ഭക്തിയുള്ള ജീവിതം നയിക്കാൻ സാധിക്കും. All that we need given to us. നമുക്ക് ആവശ്യമുള്ളതൊക്കെയും നൽകപ്പെട്ടു. Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, there is no excuse for not living a godly life. ഭക്തിയുള്ള ജീവിതം നയിക്കാൻ കഴിയാത്തതിന് യാതൊരു കാരണങ്ങളും നമുക്കില്ല. Don't blame your circumstance. നമ്മുടെ അവസരങ്ങളെ കംപ്ലീറ്റ് ചെയ്യരുത്. Don't blame or find fault with your country you live in. ജീവിക്കുന്ന രാജ്യത്തെ കുറ്റപ്പെടുത്തരുത്. Don't blame your culture. നമ്മുടെ സംസ്കാരത്തെ കുറ്റപ്പെടുത്തരുത്. All that you need to live a godly life in any culture is given to every believer. ഏത് സംസ്കാരത്തിലും ഒരു ഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ ആവശ്യമായ ദൈവം തന്നു. If you make use of these resources, ഇതിനെ പ്രയോജനപ്പെടുത്തിയാൽ മാത്രം you will never become spiritually mature, godly automatically. ആത്മീകമായി നാം പക്വതയില്ലാത്ത അവസ്ഥ നാം സ്വാഭാവികമായിട്ട് We will never become automatically spiritual. നമ്മൾ സ്വാഭാവികമായിട്ട് ആത്മീകരാകില്ല. I told you last night that spiritual growth is deliberate and intentional. ആത്മീയ ജീവിതം അത് ഗൗരവവും ശ്രദ്ധാപൂർവവും നടക്കുന്ന സംഭവം. Make use of these resources. ഈ 5 വിഭവങ്ങളെ ഉപയോഗിക്കുക. Then you can live a godly life. എന്നാൽ ഭക്തിയുള്ള ജീവിതം നയിക്കാം. Okay, the second thing that we are going to look at, രണ്ടാമത്തെ കാര്യം നാം പരിശോധിക്കാൻ പോകുന്നത് verses 5 to 7. 5 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ. Our responsibility in terms of living a godly life. ഭക്തിയുള്ള ജീവിതം നയിക്കേണ്ടതിനുള്ള നമ്മുടെ ഉത്തരവാദിത്വം. First one, resources for living a godly life. ഒന്നാമത് ഭക്തിയുള്ള ജീവിതത്തിന്റെ വിഭവങ്ങൾ. And secondly, our responsibility to live a godly life. രണ്ടാമത് ഭക്തിയുള്ള ജീവിതം നയിക്കുന്ന ഉത്തരവാദിത്വം. Now we have no time to go into the details of this. വിവരണങ്ങളിലേക്ക് പോകാൻ സമയമില്ല. It says in verse 5, for this reason. അത് നിമിത്തം തന്നെ എന്ന് പറഞ്ഞു തുടങ്ങും. For which reason? എന്ത് നിമിത്തം? Reasons mentioned above. മേൽ പറഞ്ഞ കാരണങ്ങൾ. Reasons are the resources God has given us. മേൽ പറഞ്ഞ വിഭവങ്ങളാണ് കാരണം. You need to give all diligence. സകല ഉത്സാഹം കഴിച്ച് എന്ന് നമ്മൾ വായിക്കും. The word diligence is the opposite of laziness. ഉത്സാഹം എന്നത് ഉദാസീനതയുടെ വിപരീതം. Giving all diligence means സകല ഉത്സാഹവും കഴിക്കുക എന്ന് പറഞ്ഞാൽ make every possible effort. എല്ലാ ശ്രമങ്ങളും നടത്തുക. Intensively exert yourself. അതിതീവ്രമായി നമ്മെ തന്നെ അതിൽ ഉത്സാഹിപ്പിക്കുക. Make maximum attempt. എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുക. That is the meaning of diligence. അതാണ് ഉത്സാഹം കഴിക്കുക. Now that we have these resources, ഇപ്പോൾ നമുക്ക് വിഭവങ്ങളൊക്കെ ഉണ്ട്. what
what is our responsibility? എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? Make every effort to put to use these resources. ഈ വിഭവങ്ങൾ ഉപയോഗിക്കുവാനുള്ള എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുക. Then another word used there, മറ്റൊരു പ്രയോഗം അവിടെ ഉണ്ട്. add to your faith, add. അതോട് കൂടെ കൂട്ടുക എന്നാണ് പ്രയോഗം. കൂട്ടിക്കൊള്ളുക. കൂട്ടിക്കൊള്ളുക എന്ന പ്രയോഗം. So you need to make all diligence, effort. അപ്പൊ എല്ലാ ഉത്സാഹം കഴിക്കണം. And you need to add certain things. അതോട് കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. Now what are the things to be added? അപ്പൊ എന്തൊക്കെയാണ് ഇനി കൂട്ടേണ്ടത്? Several things are mentioned there. പല കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. And in verses 5 to 7, 5 മുതൽ 7 വരെ we read of certain spiritual virtues, Christian characteristics. ചില ക്രൈസ്തവ സ്വഭാവത്തെ കുറിച്ച് നമ്മളോട് വായിക്കുന്നു. You need to add these virtues. ഈ സ്വഭാവങ്ങൾ പ്രകൃതി നാം ഇതിനോട് കൂട്ടിച്ചേർക്കണം. Self control, perseverance, godliness, so many things there. ഇന്ദ്രിയജയം, അതുപോലെ പരിജ്ഞാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. That is your responsibility. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. Develop Christian character. ക്രിസ്തീയ സ്വഭാവത്തെ ഉൽപ്പാദിപ്പിക്കുക. Make every effort എല്ലാ ഉത്സാഹവും ശ്രമവും to നടത്തുക. add Christian qualities to your life. ക്രൈസ്തവ സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കുക. That is your responsibility. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. That is our responsibility. അത് നമ്മുടെ ഉത്തരവാദിത്തം. We have to be diligent. We have to be zealous in adding these qualities to our character. നമ്മൾ ഉത്സാഹവും വീര്യമുള്ളവരായിരിക്കണം ഈ സ്വഭാവ ഗുണങ്ങളെ നമ്മളിൽ ചേർക്കണം. Make maximum effort to add these qualities. ഈ ഗുണങ്ങളെ ചേർക്കുവാനുള്ള എല്ലാ ഉത്സാഹവും കഴിക്കുക. That is how we will grow spiritually. ഇങ്ങനെയാണ് നാം ആത്മീയമായിട്ട് വളരുന്നത്. If you just sit and sleep, you will not grow spiritually. ഇരുന്ന് ഉറങ്ങിയാൽ ആത്മീയമായി വളരുന്നു. Every effort should be taken. എല്ലാ ശ്രമവും കഴിക്കണം. Prayer, പ്രാർത്ഥന, reading God's word, വചനപാരായണം, yielding to the control of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെടുക. All that you need to do. ഇതെല്ലാം ചെയ്യണം. Then only you will progress in your godly life. എന്നാൽ മാത്രമേ ഭക്തിയിൽ നാം പുരോഗമിക്കുകയുള്ളൂ. And if you do these responsibilities, ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നാം ചെയ്താൽ, the third thing, മൂന്നാമത്, what is the reward we are going to get? എന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം? You know, in verse 8 it says, 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, you will abound. That means you will increase. നിങ്ങൾ വർദ്ധിക്കുന്നു എന്ന പ്രയോഗം നമുക്ക് കൊടുക്കാം. You will not be barren, you will be fruitful. നാം ഫലശൂന്യമാകാതെ ഫലവത്തായി വളരും. So if you add these qualities to your personal life, അപ്പോൾ ഈ ഗുണങ്ങളെ നമ്മളോട് ചേർത്താൽ, you will abound, you will increase, you will become fruitful. നാം വർദ്ധിച്ച് പുഷ്ടി പ്രാപിക്കും. That is God's plan for all of us. അതാണ് നമ്മളുടെ ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതി. God expects all of us to be fruitful Christians. നാം എല്ലാവരും ഫലവത്തായ ക്രൈസ്തവരാകണം എന്ന ദൈവം. Fruitful Christians abounding in Christian qualities. ഫലവത്തായ ക്രൈസ്തവർ അത് ക്രിസ്തീയ സ്വഭാവത്തിൽ വർദ്ധിച്ചു വരുന്നവർ. Galatians 5:22, fruit of the Spirit. ഗലാത്യലേഖനം 5:22 ആത്മാവിന്റെ ഫലം. That's the character of Christ. അത് കർത്താവിന്റെ സ്വഭാവമാണ്. That is exactly what is taught here. അത് തന്നെയാണ് കൃത്യമായി ഇവിടെ പഠിപ്പിക്കുന്നത്. We need to become more Christ-like in our character. നാം സമ്പൂർണ്ണമായി ക്രിസ്തു സാദൃശ്യമുള്ളവരാണ്. So we have to be diligent, we have to add these things, make deliberate effort. അപ്പോൾ നാം ഉത്സാഹമുള്ളവരും ഇതിനു വേണ്ടി തീവ്ര പരിശ്രമം നടത്തുന്നവരുമായിരിക്കണം. And yield to the control of the Holy Spirit at every step. Obey the promptings of the Spirit. എല്ലാ ഘട്ടത്തിലും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരാണ്. If you do that, അത് ചെയ്താൽ, third thing, മൂന്നാമത്, you will get some rewards. ചില പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. What are the rewards? എന്തൊക്കെയാണ് പ്രതിഫലങ്ങൾ? You will abound, you will overflow with Christian character. നാം വർദ്ധിച്ച് ഫലവത്തായി വളരും. You will not be barren. ഫലം ഇല്ലാത്ത ഒരു അവസ്ഥ. You will be a fruitful Christian. ഫലവത്തായ ഫലപുഷ്ടിയുള്ള ഒരു ക്രൈസ്തവനായിത്തീരും. There's one more reward promised there. മറ്റൊരു വാഗ്ദാനം അവിടെ തന്നിട്ടുണ്ട്. Verse 11. 11-ാമത്തെ വാക്യം. You will get an abundant entry into the everlasting kingdom. അവിടെ നമ്മൾ വായിക്കുന്ന രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. You will get abundant entry. അവിടെ ധാരാളമായ പ്രവേശനം ലഭിക്കും. What does that mean? എന്താണ് അതിന്റെ അർത്ഥം?
All those who are saved will enter God's kingdom, no doubt. രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും. Here, it is not talking about the matter of entry, it is talking about the manner of entry, how you will enter. ഇവിടെ പ്രവേശിക്കുന്നതിനെ കുറിച്ചല്ല, പ്രവേശിക്കുന്ന രീതിയെ കുറിച്ചാണ് പറയുന്നത്. All of us will enter. If you are born again, you will enter. എല്ലാവരും പ്രവേശിക്കും, രക്ഷിക്കപ്പെട്ടോ നിങ്ങൾ പ്രവേശിക്കും. But how will you enter? പക്ഷേ എങ്ങനെ പ്രവേശിക്കും? The manner in which you will enter there. പ്രവേശിക്കുന്ന രീതിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. It says, the Malayalam is not very clear. It only abundant entry. But if you read the Hindi Bible, it says, "Aadar ke saath pravesh karne paoge." It means honorable entry. That's the meaning. ഇവിടെ ധാരാളമായ പ്രവേശനം എന്നാണ് മലയാളം ബൈബിൾ പറഞ്ഞിരുന്നത്. പക്ഷേ ആദരപൂർണ്ണമുള്ള ഒരു പ്രവേശനം എന്ന് You will get an honorable entry into the kingdom of God. ഒരു പൂർവമായ ഒരു പ്രവേശനം. All of us are going to enter the kingdom. ഒരു സ്വഭാവത്തിൽ നാം പ്രവേശിക്കാൻ പോകും. How will you enter? എങ്ങനെ നിങ്ങൾ പ്രവേശിക്കും? Will you enter so as by fire? തീയിൽ കൂടെ എന്ന നിലയിൽ പ്രവേശിക്കുമോ? Like we say in Hindi, मुश्किल से घुस जाएगा, वो काफी है क्या? Is it enough just to enter somehow? കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും പ്രവേശിച്ചാൽ മതിയോ? No. If you abound in these things, if you abound in these qualities, ഈ ഗണങ്ങളിൽ നാം വർദ്ധിച്ചു വന്നു, you will get an honorable entry. ആദരപൂർണ്ണമായ ഒരു പ്രവേശനം. If you live a godly life, നാം ഒരു ഭക്തിയുള്ള ജീവിതം നയിച്ചാൽ, you will receive an honorable entry. നിങ്ങൾക്ക് ഒരു ആദരവുള്ള ഒരു പ്രവേശനം ലഭിക്കും. Those who develop Christian qualities, ക്രിസ്തീയ ഗുണങ്ങൾ പണിതെടുത്ത, they will receive honorable entry. അവർക്ക് ധാരാളമായ പ്രവേശനം. Doesn't say all preachers will get honorable entry. എല്ലാ പ്രഭാഷകന്മാർക്കും ആദരവുള്ള പ്രവേശനം ലഭിക്കുന്നു പറയുന്നില്ല. Sisters, you can also get honorable entry. സഹോദരിമാരെ, നിങ്ങൾക്കും ഈ ആദര സമ്പൂർണ്ണമായ പ്രവേശനം If you ലഭിക്കും. develop Christian qualities, ക്രൈസ്തവ ഗുണങ്ങൾ നിങ്ങളിൽ നിറഞ്ഞാൽ, if you influence others for the Lord, കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ സ്വാധീനിച്ചാൽ, if you serve the Lord in your limited area of service, നിങ്ങളുടെ പരിധികളിൽ നിന്നുകൊണ്ട് നീ കർത്താവിനെ സേവിച്ചാൽ, you will also get an honorable entry. നിങ്ങൾക്കും ധാരാളമായ പ്രവേശനം ലഭിക്കും. One day when we enter, ഒരിക്കൽ നാം പ്രവേശിക്കുമ്പോൾ, are we going to get an honorable entry? നമുക്ക് ഈ ആദരപൂർണമായ പ്രവേശനം ലഭിക്കും. F.B. Mayer, probably you know that name, is a great man of God. F.B. Mayer കർത്താവിന്റെ വലിയൊരു ദാസൻ. This is the explanation F.B. Mayer gives to honorable entry. ആദരപൂർണമായ പ്രവേശനത്തിന് താൻ ഇങ്ങനെ ഒരു വിവരണം കൊടുത്തു. Will you enter it saved so as by fire, with difficulty? അഗ്നിയിൽ എന്ന പോലെ കഷ്ടപ്പാടോടുകൂടെ നിങ്ങൾ പ്രവേശിക്കും. Or will you enter there to receive a reward? അതോ ഒരു പ്രതിഫലം പ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവേശിക്കും. Will you come unrecognized and unknown, or be welcomed by scores and hundreds of people there? നിങ്ങൾ ആരും അറിയാതെ നടന്നു ചെല്ലുമോ, അതോ വലിയൊരു സമൂഹത്തിന്റെ സന്നാഹത്തിന്റെ ആദരവോടുകൂടെ നിങ്ങൾ ചെന്ന് കയറുമോ? Will you enter there having been the means of blessing to many people there? അനേകർക്ക് അനുഗ്രഹമായി തീർന്നിട്ട് നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കുമോ? Will your coming make music right through the home of God? നിങ്ങളുടെ പ്രവേശനം സംഗീത സമ്പൂർണ്ണതയാൽ നിറഞ്ഞിരിക്കുമോ? Will there be celebration in heaven when you enter? നിങ്ങൾ പ്രവേശിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ഉത്സവമായിരിക്കുമോ? F.B. Mayer says this is honorable entry. F.B. Mayer പറയുന്നു ഇതാണ് ധാരാളമായ പ്രവേശനം എന്നത്. When Billy Graham died, ബില്ലി ഗ്രഹാം നമ്മെ വിട്ടപ്പോൾ I saw a cartoon in one of the magazines. ഒരു മാഗസിനിൽ വന്ന ഒരു കാർട്ടൂൺ ഞാൻ ശ്രദ്ധിച്ചു. It really touched my heart. അത് എന്നെ സ്പർശിച്ച ഒരു. Billy Graham is standing at the door of heaven to enter. ബില്ലി ഗ്രഹാം ഹെവൻ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ നിൽക്കുകയാണ് പ്രവേശിക്കുന്നത്. And so many people inside, hundreds of people from inside, they are people, looking out to see Billy Graham. അവര് സ്വർഗ്ഗത്തിന്റെ അകത്ത് അനേകരെ വരച്ചിട്ട് അവർ പുറത്തേക്ക് എത്തി നോക്കുകയാണ്. ഈ They are all waiting to see Billy Graham. ബില്ലി ഗ്രഹാമിനെ കാണാൻ വേണ്ടി കാത്തു കൊതിച്ചു നിൽക്കുന്നു. And the angel is telling Billy Graham, ദൂതൻ ബില്ലി ഗ്രഹാമിനോട് പറയുക, "Sir, please come." സാറേ അകത്തേക്ക് കടക്കുന്നു. Thousands are waiting inside to thank you. ആയിരങ്ങൾ നിന്നോട് നന്ദി പറയാൻ കാത്തു നിൽക്കുക. Thousands are waiting inside to thank you. ആയിരങ്ങൾ നന്ദി പറയുവാൻ കാത്തു നിൽക്കുക.
Will there be someone there to thank you? നിങ്ങളോട് നന്ദി പറയാനുള്ള ആരെങ്കിലും ഉണ്ടാവും? We are not preachers like Billy Graham. നമ്മൾ ആരും ബില്ലി ഗ്രാമിനെ പോലെ പ്രഭാഷകരാണ്. But if you abound in these things, പക്ഷേ ഇതിൽ നാം വസിച്ചാൽ you will get an honorable entry. നമുക്ക് ധാരാളമായ പ്രവേശനം ലഭിക്കും. Many people who are in heaven today because of you. പലരും സ്വർഗ്ഗത്തിൽ നിന്നായിരിക്കുന്നത് നീ മുഖാന്തരമാണ്. You may not have preached to them, നീ അവരോട് പ്രസംഗിച്ചിട്ടുണ്ടാകില്ല. but the penny that you paid to the missionary there caused them to come there. മിഷണറിക്ക് നിങ്ങൾ കൊടുത്ത ധനസഹായം ഈ ഇന്ന ആൾ അവിടെ എത്തേണ്ടതിന് വേണ്ടി കാരണമായിട്ടുണ്ടാകും. Money that you sent to Bible Society to print the Bible. ബൈബിൾ സൊസൈറ്റിയിലേക്ക് ബൈബിൾ പ്രതികൾ അച്ചടിക്കുന്നതിന് വേണ്ടി അയച്ചത്. And that Bible went to some remote part in Arunachal Pradesh. ഏതോ ഉൾപ്രദേശങ്ങളിലേക്ക് ചെന്ന ഈ ബൈബിളിന്റെ പ്രതി. And that Arunachal Pradesh man got saved. അരുണാചലിലുള്ള വ്യക്തി രക്ഷപ്രാപിച്ചു. You don't know him. നിങ്ങൾക്ക് അവനെ അറിയില്ല. But when you get to heaven, പക്ഷേ നീ സ്വർഗ്ഗത്തിലേക്ക് എത്തുമ്പോൾ he will say, അവൻ നിന്നോട് പറയും, thank you, madam. നന്ദി സഹോദരി, You brought me here. നിങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. Thank you very much. വളരെ വളരെ നന്ദി. Your money brought the Bible to me. നിങ്ങളുടെ പൈസയാണ് എനിക്ക് ബൈബിൾ എത്തിയത്. That money you spent to buy a motorbike for an evangelist in Assam. ആസാമിലുള്ള ഒരു സുവിശേഷകന് ബൈക്ക് വാങ്ങാൻ നീ കൊടുത്ത പൈസ. He could reach many villages. അതുകൊണ്ട് പല ഗ്രാമങ്ങൾ അവനെത്തി. Many people were saved. അനേകർ രക്ഷിക്കപ്പെട്ടു. Your money. നിങ്ങളുടെ പൈസ. No one has known that. അതാരും അറിഞ്ഞില്ല. When you get to heaven, പക്ഷെ നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ that Assamese will stand at the door and say, thank you. ആസാമികൾ നിറഞ്ഞുകൊണ്ട് നിന്നോട് കൃതജ്ഞത കാണിക്കും. Your little money brought me here. നിന്റെ അല്പം പൈസ എന്നെ ഇവിടെ എത്തിച്ചു. That is the meaning of what Jesus said, make friends with mammon. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മാമോനുമായി മാമോനെ കൊണ്ട് സുഹൃത്തുക്കളെ. You can make friends in heaven with your money. നിങ്ങളുടെ പൈസ കൊണ്ട് സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാം. Let me tell you this. ഞാൻ ഒരു കാര്യം പറയാം. We all need money to live. ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും പൈസ ആവശ്യമാണ്. You need house. വീട് വേണം. You need to educate your children. മക്കളെ പഠിപ്പിക്കണം. You need cars and all that. വണ്ടിയും എല്ലാ സാധനവും വേണം. Nothing wrong in having legitimate needs met. ന്യായമായ ആവശ്യങ്ങൾ തെറ്റുകളില്ല. But anything more than that, അതിനേക്കാൾ കവിഞ്ഞതിന് don't heap up in this world. അത് ഈ ലോകത്ത് സ്വരൂപിച്ചു കൂട്ടുക. It is clearly prohibited by the Lord Jesus in the Gospel of Matthew. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് അത് അവഗണിച്ചിട്ടുണ്ട്. Nothing wrong in keeping for your needs. ആവശ്യത്തിന് സ്വരൂപിക്കുന്നതിന് തെറ്റില്ല. But heaping up is prohibited. പക്ഷേ സ്വരൂപിച്ച് കൂട്ടുന്നത് അത് അവഗണിച്ചിരിക്കുന്നത്. Turn in every penny to the salvation of souls. എല്ലാ നാണയങ്ങളും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരിക്കണം. I was in a church in Kerala some time back. കേരളത്തിൽ ചില നാളുകൾക്ക് മുൻപ് ഞാനായിരുന്നപ്പോൾ after the morning breaking bread meeting, അപ്പങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് ശേഷം one sister came up to give a testimony. ഒരു സഹോദരി സാക്ഷ്യം പറയാനുണ്ട്. She is a Brahmin girl. ബ്രാഹ്മൺ പശ്ചാത്തലത്തിൽ വന്ന She is the manager of a bank in that city. ആ പട്ടണത്തിലെ ബാങ്കിലെ മാനേജറാണ് In Kerala. കേരളത്തിലാണ്. So she gave a testimony. അവളുടെ സാക്ഷ്യം പറഞ്ഞു. And in her testimony she said, ആ സാക്ഷ്യത്തിൽ അവൾ പറഞ്ഞു, this particular booklet is that which led me to the Lord. ഈ പ്രത്യേകമായ ഈ പുസ്തകത്തിന്റെ കുഞ്ഞു പ്രതിയാണ് എന്നെ കർത്താവിലേക്ക് നയിച്ചത്. By reading it, I came to the Lord. അത് വായിച്ചിട്ടാണ് ഞാൻ കർത്താവിലേക്ക് വന്നത്. When I heard it, ഞാനത് കേട്ടപ്പോൾ I was shocked. ഞാൻ ഞെട്ടി ധരിച്ചുപോയി. My eyes were full. എന്റെ കണ്ണുകൾ നിറഞ്ഞു. You know why? എന്തുകൊണ്ടാണെന്നറിയോ? Many years ago, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് when my friend published that book, എന്റെ സുഹൃത്ത് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ I also contributed to the printing of that book. ആ പുസ്തകം അച്ചടിക്കുന്നതിന് വേണ്ടി ഞാനും സഹായിച്ചിരുന്നു. I don't remember, maybe 5,000 or 10,000. എനിക്ക് എത്രയെന്ന് അറിഞ്ഞൂടാ. 5,000 5,000 10,000 ആകാം. After many years, വർഷങ്ങൾക്ക് ശേഷം I am hearing that my money has saved a Brahmin lady. ഞാൻ കേൾക്കുന്നത് എന്റെ പൈസ ഒരു ബ്രാഹ്മൺ യുവതിയെ രക്ഷയിലേക്ക് നയിക്കാൻ കാരണമായി. Many years ago, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് a man crossed the Atlantic in a small boat. ഒരു വ്യക്തി അറ്റ്ലാന്റിക് മുറിച്ച് ഒരു ബോട്ടിൽ മുറിച്ചു കടന്നു. That was a very, very adventurous feat. അത് ഒരു ശ്രമകരമായ വിജയമായിരുന്നു.
He took 78 days, 78 ദിവസം എടുത്തു. 13 feet boat. 13 അടി നീളമുള്ള ഒരു ബോട്ട്. His name is Robert Manry. റോബർട്ട് മാൻഡ്രി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. So he crossed the Atlantic in this small boat. ഈ ചെറിയ വഞ്ചിയിൽ അറ്റ്ലാന്റിക് താൻ മുറിച്ചു കടന്നു. When he reached the other shore, അങ്ങേ കരയെത്തിയപ്പോൾ there were 300 boats waiting there to welcome him. അവിടെ 300 ബോട്ടുകൾ കാത്തു നിൽക്കുകയാണ് ഇവനെ സ്വീകരിക്കാൻ. And when he got to the other shore, അങ്ങേ കരയിൽ താൻ എത്തിച്ചേർന്നപ്പോൾ 40,000 people were cheering him, clapping. 40,000-ലധികം പേര് കൈയടിച്ച് സ്വീകരിക്കുന്നു. 40,300 boats. 40,000 ആളുകളും 300 വഞ്ചികളും. They were praising him for making his journey successful. തന്റെ യാത്ര വിജയിപ്പിച്ചതിന് അവര് ആഘോഷിക്കുന്നു. He received an honorable entry. താൻ ഒരു ധാരാളമായ പ്രവേശനം അവിടെ ലഭിച്ചു. How many will cheer you when you go to heaven? നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമ്പോൾ എത്ര പേര് ആഘോഷിക്കുന്നു? How many will say thank you? എത്ര പേര് നിങ്ങളോട് നന്ദി പറയും? How many will cry and say I am here because of you? എത്ര പേര് കണ്ണീരോടുകൂടെ ഞാനിവിടെ ആയിരിക്കുന്നത് നീ കാരണമാണ് എന്ന് പറയും? You can get an abundant entry. നിങ്ങൾക്ക് ആദരപൂർവമായ ഒരു പ്രവേശനം ലഭിക്കും. You don't have to go to Africa for that. അതിന് ആഫ്രിക്കയിൽ നിങ്ങൾ പോകണ്ട. Where you are, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് give as much as possible to the Lord. ദൈവത്തിന് എന്തുമാത്രം കൊടുക്കാൻ കഴിയുമോ അത്രയും കൊടുക്കുക. Live a godly life. ഭക്തിയുള്ള ജീവിതം നയിക്കുക. Be an instrument of blessing in the lives of others. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്ന ഒരു ഉപകരണമാകുക. And you will get an abundant entry there. എന്നാൽ ധാരാളമായ പ്രവേശനം അന്ന് നിനക്ക് അവിടെ ലഭിക്കും. Thousands will be there to thank you. ആയിരങ്ങൾ നിങ്ങളോട് നന്ദി പറഞ്ഞു വരും. Don't just enter heaven unnoticed by anyone. ആരാലും അറിയാത്തവനായി അവിടെ ചെന്ന് കയറാതിരിക്കുക. Let me close my words. ഞാൻ എൻ്റെ വാക്കുകളെ God has given us all resources to live a godly life. ഭക്തിയിൽ ജീവിക്കാൻ എല്ലാ വിഭവങ്ങളും ദൈവം നൽകുന്നു. Our responsibility is to work using those resources. ഈ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. And if we do that, അത് നമ്മൾ ചെയ്താൽ we will abound. നാം അതിൽ We will be fruitful. നാം ഫലവത്തായി We will receive an abundant entry on that day. ധാരാളമായ ആദരപൂർവമായ പ്രവേശനം അന്ന് നമുക്ക് ലഭിക്കും. It is up to you to decide what type of entry you are going to choose. എന്ത് തരത്തിലുള്ള പ്രവേശനം വേണം എന്ന് തിരഞ്ഞെടുക്കുന്നത് അത് നിങ്ങളിലുള്ള വിഷയമാണ്. May God bless these words to us. ഈ വാക്കുകളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.